കേൾക്കാതെ അലയുന്ന നേരം കനിവോടെന്നെ നീ തിരികെ വിളിക്കണേ. മുള്ളുകൾക്കിടയിൽ വീണു ഞാൻ ഉഴലുമ്പോൾ, മുള്ളുകൾക്കിടയിൽ വീണു ഞാൻ ഉഴലുമ്പോൾ, സ്നേഹമാം കൈകളാൽ വാരി പുണർന്നിടൂ. സ്നേഹമാം കൈകളാൽ വാരി പുണർന്നിടൂ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്, 31 സങ്കീർത്തനം അതിൻ്റെ 20 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചു, നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിന് അകത്തൊളിപ്പിക്കും. യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ചിലർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോഴായിരിക്കും. നമുക്കെല്ലാവർക്കും എല്ലാവരും വേണം. എന്നാൽ ചില കൂട്ടുകെട്ടുകൾ അതിൻ്റെ അടുത്ത വചനത്തെ വായിക്കുന്നുണ്ട്. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും എന്നാണ് വചനം കേൾപ്പിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടുകെട്ട് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കാനും പറയാനും പോകുന്നത് അത് നമുക്ക് തന്നെ ദുഃഖത്തിന് ഇടവരും. യഹോവ ഭക്തന്മാർ വേർതിരിക്കപ്പെട്ടവരാണ്. ദൈവവിശ്വാസത്തിൽ ജീവിച്ച് കർത്താവ് തന്ന ഉപകാരങ്ങളെ ഓർത്ത് കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതായ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടു, അതിന് മറുപടി കൊടുക്കാൻ പോയി ആ വിവരം ബാക്കി അറിയാൻ നമ്മൾ പോകുന്നു. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ അറിയാതെ വ്യതിചലിച്ച് പോകുന്നു. ചിലപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ വാശിയുണ്ടാകാം, വൈരാഗ്യം ഉണ്ടാകാം, മത്സരം ഉണ്ടാകാം, പകയുണ്ടാകാം, പിണക്കമുണ്ടാകാം. എന്താണെങ്കിലും ഒരു ദൈവഭയത്തിന് ഏറ്റവും ദോഷകരമായ കാര്യമാണിത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുക, അല്ലാത്ത കൂട്ടുകെട്ട് വിട്ടുകളയാനായിട്ട് ഇടയാകട്ടെ. ഓരോ കൂട്ടുകെട്ടിൽ കൂടി എന്തെല്ലാം നാശങ്ങൾ ഇന്നത്തെ തലമുറ വരുത്തി വയ്ക്കുന്നു. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും ഒരു അവസരം കൂടിയാണ്. ഒരു കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുന്ന ദൈവപൈതൽ എന്നും വേർതിരിക്കപ്പെട്ടവരായിരിക്കട്ടെ. നമുക്കെല്ലാവരും വേണം, എല്ലാവരുമായിട്ട് നമ്മൾ സഹകരിച്ച് പോകണം. പക്ഷേ കൂട്ടുകെട്ടുണ്ട്, ചിലരുടെ കൂട്ടുകെട്ട് അത് നമുക്ക് ഏറ്റവും ദുഃഖത്തിന് ഇടവരുത്തുന്നതാണ്. അതുകൊണ്ട് ആ വചനഭാഗത്തെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അത് അടുത്ത വചനത്തെ പറയുന്നത്, യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇതിനകത്തുനിന്നും നമ്മൾ വിടുതൽ പ്രാപിച്ചാൽ ദൈവമക്കളെ അത്ഭുതകരമായൊരു വിടുതലാണ് നമ്മൾ പ്രാപിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് പല വിധത്തിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചിരിക്കുക. എന്നാലും തളർന്നു പോകാതെ, വീണു പോകാതെ നമുക്ക് കർത്താവിനെ അറിഞ്ഞും കർത്താവിനോട് അടുത്തും ജീവിക്കുവാൻ ഇതെല്ലാം നമുക്കൊരു അവസരങ്ങളായിരുന്നു എന്ന് മാത്രം കണക്കിലെടുത്തുകൊണ്ട് നമ്മളെ തന്നെ വെടിപ്പാക്കിക്കൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കൂട്ടുകെട്ട് വിട്ടാൽ തന്നെ ദൈവമക്കളെ അത്ഭുതകരമായ ദൈവത്തിൻ്റെ ദയ നമ്മളെ കാണിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അനുഭവത്തിലൂടെ പറയാനായിട്ട് സാധിക്കും. ദൈവം നൽകിയ സകല ഉപകാരങ്ങളും അതൊന്നോർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കേണ്ടതിന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ അവയെ സ്തോത്രം അത് ഇരട്ടി പങ്കാക്കി ദൈവസന്നിധി എത്തിക്കേണ്ടതിന് നമ്മൾ ബാധ്യസ്ഥരാണ് ദൈവമക്കളെ. നമുക്കതിനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. അതിനുള്ള അവകാശം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതൊരിക്കലും നമ്മൾ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ ചെന്ന് നഷ്ടപ്പെടുത്തി പോകാനിടയാകരുത്. വചനം 22 വാക്യം പറഞ്ഞു, ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. അത് വളരെ ഉറപ്പുള്ള ദൈവവുമായിട്ടുള്ള ബന്ധം എത്ര വലുതാണെന്ന് നമ്മളെ കേൾപ്പിക്കുന്ന ഒരു മനോഹരമായൊരു കാര്യമാണ്. ഞാൻ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ മനസ്സിലോർക്കും, ദൈവം എന്നെ തള്ളിക്കളഞ്ഞോ, ദൈവം എന്നെ ഉപേക്ഷിച്ചുവോ, ദൈവം എന്നെ ഒരിക്കലും ചേർക്കുകയില്ല, ദൈവത്തിൻ്റെ രാജ്യത്തിൽ എനിക്കൊരു ഓഹരി കിട്ടുകയില്ല, ദൈവനെ തള്ളിക്കളയും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ടാകാം. പക്ഷേ സ്വർഗത്തിലെ ദൈവസന്നിധിയിലേക്ക്, എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് മടങ്ങി വരുന്ന ദൈവമക്കളെ,
യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്ക വരുന്ന ആരെയും ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. അപ്പോൾ വചനം എത്ര അനുഗ്രഹമാണ്. ഞാൻ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. ഇപ്പോൾ ദൈവസന്നിധിയിലുള്ള ആ ദൈവഭയമൊക്കെ വിട്ട് നമ്മൾ ഏതെല്ലാം വിധത്തിലുള്ള ചില ഊരാക്കുടിക്കിലൊക്കെ ചെന്ന് പെട്ടവരായിരിക്കാം. പക്ഷേ അവിടെ കിടന്നുകൊണ്ടും ഒന്ന് പ്രാർത്ഥിച്ചാൽ, മടങ്ങി വരാനുള്ള മനസ്സോടുകൂടി പ്രാർത്ഥിച്ചാൽ, ദൈവമക്കളെ, കർത്താവിൻ്റെ കരം നമ്മളായിരിക്കുന്ന ഇടത്തേക്ക് വരികയും നമ്മളെ കരം പിടിച്ച് ഉയർത്തുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു എന്നാണ് വചനം. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവശബ്ദം കേട്ട മക്കളെ, ദൈവം തന്ന സകല നന്മകളും ഓർക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിന്ന് എത്രത്തോളം നമ്മൾ അകന്നുപോയി അത്രത്തോളം അടുത്ത് വരേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലെ നന്മകൾ അനുഭവിച്ചും അനുഗ്രഹങ്ങൾ പ്രാപിച്ചും അപ്പൻ്റെ പാദപീഠത്തിലിരുന്ന് നമസ്കരിച്ച മക്കൾ, കർത്താവേ, അവിടുത്തെ ഇഷ്ടം ചെയ്തവർ, അവിടുത്തെയോട് കർത്താവെ നന്ദിയും കടപ്പാടോടുകൂടി ചേർന്ന് നിന്ന മക്കൾ, കർത്താവെ, മനുഷ്യരുടെ വക്കാണത്തിൽ ആ വാക്കുകളിൽ കർത്താവെ ദോഷമായ വാക്ക് കേട്ട് ദൈവമേ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ അകപ്പെട്ട് കർത്താവെ ചെന്ന് തെറ്റിപ്പോയ മക്കളെ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എവിടെ ആയിരുന്നാലും എൻ്റെ കർത്താവെ, ദൈവത്തിൻ്റെ കരം നിൻ്റെ മക്കളുടെ മേലൊന്ന് നീട്ടിക്കൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് പറയാൻ, എൻ്റെ കർത്താവെ, ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരം തന്നു എന്ന് പറയേണ്ടതിന് നിൻ്റെ മക്കൾ എവിടെയായിരുന്നാലും കർത്താവെ, ആ വാഴ്ത്തപ്പെട്ട കരം ഒന്ന് നീട്ടി നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ അടുക്ക വരുന്ന ആരെയും ഞാൻ ഒരു നാൾ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ കർത്താവെ, എൻ്റെ കർത്താവ് മാറോട് ചേർത്ത് അനുഗ്രഹിക്കുന്ന ആ കരം, ഗ്ലോറി, സ്തോത്ര, ഹല്ലേലൂയ, സാന്ത്വനപ്പെടുത്തുന്ന കരം, വാത്സല്യത്തോടെ ചേർത്ത് നിർത്തുന്ന കരം, എൻ്റെ കർത്താവെ, നിൻ്റെ മക്കളുടെ ശിരസിന്മേൽ ഒന്ന് സ്പർശിക്കണ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മടങ്ങി വരവിന് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ യേശുവേ, നിൻ്റെ സന്നിധി നിന്ന് എത്രത്തോളം അകന്നു പോയിട്ടുണ്ടെങ്കിലും കർത്താവെ, ദൈവം കൊടുത്ത ഉപകാരങ്ങളെ ഓർക്കുവാനൊരു മനസ്സ്, എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തെ ഒന്നോർക്കാനൊരു മനസ്സ് അത്രമാത്രം മതിയുള്ള കർത്താവെ. അനുദപിക്കുന്ന മക്കൾക്ക് കർത്താവെ, ദൈവരാജ്യത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന പൊന്നു കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിൻ്റെ മക്കളുടെ മേൽ അഭിഷേക തൈലം തളിച്ച് ശുദ്ധി വരുത്തി നിർമ്മലമാക്കി കർത്താവിന് വേണ്ടി നല്ലൊരു സാക്ഷിക്കായി എല്ലാവരുടെ അടുത്ത് ഉപയോഗിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.